Network News is brought to you in association with Malabar Gold and Diamonds. Celebrate the beauty of life. കല്ലറക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ. 9 നിലകളിലായി കേരളത്തിലെ ഏറ്റവും വലിയ ഫർണിച്ചർ ഷോറൂം സുനിത ഫർണിച്ചർ, താവക്കര, കണ്ണൂർ സിൻസ് 1985. നീതി ടൈൽസ് ആൻഡ് സാനിറ്ററി, ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ്, ഹാർഡ്വെയർസ് ആൻഡ് പെയിന്റ്സ്, ഹോം അപ്ലയൻസസ് ഷോറൂം, പിലാത്തറ. പയ്യന്നൂർ റൂറൽ ബാങ്ക്, വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. പ്രിയദർശിനി ഹോസ്പിറ്റൽ, പയ്യന്നൂർ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. ഗുരു ഇന്റർലോക്കിംഗ് ആൻഡ് ഗുരു സ്റ്റോൺസ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, പയ്യന്നൂർ. ഫോൺ 0495 207 008 9447 057604. നീതി ഇലക്ട്രിക്കൽസ് ഹാർഡ്വെയർ, പ്ലംബിംഗ് ആൻഡ് സാനിറ്ററി, റെയിൽവേ സ്റ്റേഷൻ റോഡ്, കുന്നത്തുപള്ളി, പഴയങ്ങാടി. ഫോൺ 0497 287 3899. സന്ദർശിക്കൂ. 50% ഡിസ്കൗണ്ടിൽ മരുന്നുകൾ ലഭ്യമാകാൻ മാടായി സർവീസ് സഹകരണ ബാങ്ക്, നീതി മെഡിക്കൽസ്, മൊട്ടാമ്പ്രം, പഴയങ്ങാടി. ഓര ഹോം സെന്റർ നിയർ പെരുമ്പ ബ്രിഡ്ജ്, നാഷണൽ ഹൈവേ, എടാട്ട്, പയ്യന്നൂർ. സഹകരണ ആയുർവേദ, പയ്യന്നൂർ. നന്ദനം ടു വീലർ വർക്ക്സ് ആൻഡ് യൂസ്ഡ് വെഹിക്കിൾ ഷോറൂം, പീരിക്കാത്തടം, പിലാത്തറ. ഫോൺ 7012421605. സ്പെക്ട്ര മെഡിസിറ്റി നിങ്ങൾക്ക് നൽകുന്നു സ്പെഷ്യൽ കെയർ. സ്പെക്ട്ര മെഡിസിറ്റി, ചെറുതാഴം ബാങ്കിന് എതിർവശം, മാതമംഗലം റോഡ്, പിലാത്തറ. PS വിദ്യാലയ സീനിയർ സെക്കൻഡറി സ്കൂൾ, എടാട്ട്, പയ്യന്നൂർ. ഫോൺ 280580 8590 498812. നമസ്കാരം, ന്യൂസ് അവറിലേക്ക് സ്വാഗതം. മാടായിലെ ചുമട്ടുതൊഴിലാളികൾക്ക് തൊഴിൽ നിഷേധിക്കുന്ന ശ്രീ പോർക്കലി സ്റ്റീൽസ് ഉടമയുടെ നടപടിയിൽ പ്രതിഷേധിച്ച് CITU തൊഴിലാളികൾ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. മാടായിൽ നടന്ന പ്രതിഷേധ ധർണ CITU സംസ്ഥാന സെക്രട്ടറി KP സഹദേവൻ ഉദ്ഘാടനം ചെയ്തു. തൊഴിലാളികളെ പട്ടികളെ പോലെ എന്ന് വിളിച്ച പോർക്കലി സ്റ്റീൽസ് ഉടമയുടെ നടപടിയെ പരസ്യമായി ചോദ്യം ചെയ്യുമെന്ന് KP സഹദേവൻ പറഞ്ഞു. പഴയങ്ങാടിയിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം മാടായി ശ്രീ പോർക്കലി സ്റ്റീൽസിനു മുന്നിൽ സമാപിച്ചു. കഴിഞ്ഞ 30 ദിവസമായി ശ്രീ പോർക്കലി സ്റ്റീൽസിനു മുന്നിൽ CITU ചുമട്ടുതൊഴിലാളികൾ സമരത്തിലാണ്. ജില്ലാ ലേബർ ഓഫീസർ വിളിച്ചു ചേർത്ത അനുരഞ്ജന യോഗത്തിൽ പോലും പങ്കെടുക്കാൻ കൂട്ടാക്കാത്ത നിലപാടാണ് സ്ഥാപന ഉടമ സ്വീകരിച്ചത്. തൊഴിലാളികളെ പട്ടികളെന്ന് വിളിച്ച നടപടി അംഗീകരിക്കാനാവില്ല. ഇത് പരസ്യമായി ചോദ്യം ചെയ്യും. സമരം പൂർവാധികം ശക്തിയായി വിജയം വരെ നടത്തുമെന്നും KP സഹദേവൻ പറഞ്ഞു. മറ്റെല്ലാം മാറ്റിവെക്ക്, ജോലി കൊടുക്കുക ഇല്ല എന്നുള്ള വേറെ കാര്യം. ആ രീതിയിൽ അവമാനിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ സമരം നടത്തുന്നവരെ, അല്ലെങ്കിൽ വീട്ടിന്റെ മുമ്പിൽ സമരം നടത്തുന്നവരെ അവർ 2 പട്ടികളായിട്ടാണ് വ്യാഖ്യാനിക്കപ്പെട്ടതെങ്കിൽ അതിനെ ചോദ്യം ചെയ്യാൻ നിവൃത്തിയില്ല. സമരം തീർക്കാം, പ്രശ്നം തീർക്കാം. വേറെ ആ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല. ആ മുതലാളിയുടെ ആരെങ്കിലും ഇവിടെ കേൾക്കുന്നുണ്ടെങ്കിൽ മുതലാളി എന്നൊന്നും പറയാനൊന്നും അർഹതയില്ല. ഞാൻ അതാ ജയിച്ചതിന് ആരും പിടിവെച്ചു പോലുമില്ല എന്ന് പറഞ്ഞതിന് അർത്ഥമാണ്. ഓനെ മുതലാളി എന്ന് പറയാൻ. IV ശിവരാമൻ അധ്യക്ഷത വഹിച്ചു. PV കുഞ്ഞപ്പൻ, KP രാജൻ, VV രാമചന്ദ്രൻ, V വിനോദ്, EP ബാലൻ, പയ്യരട്ട പത്മനാഭൻ, EM ഏലിയാസ്, P ജനാർദ്ദനൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി വെള്ളൂർ എടാട്ട് ബൈപ്പാസിൽ ചെറുപുഴ റോഡിന്റെ അടിപ്പാത നിർമ്മാണം തുടങ്ങി. 24 മീറ്റർ നീളത്തിലാണ് അടിപ്പാത വരുന്നത്. വെള്ളൂർ എടാട്ട് ബൈപ്പാസിനു കുറുകെ ചെറുപുഴ റോഡടക്കമുള്ള നിരവധി പ്രധാന റോഡുകൾ കടന്നുപോകുന്നുണ്ട്. ഇതിൽ ചെറുപുഴ റോഡിന്റെ അടിപ്പാത നിർമ്മാണത്തിന്റെ പ്രാഥമിക ജോലികൾ ആരംഭിച്ചു കഴിഞ്ഞു. 24 മീറ്റർ നീളമുള്ള അടിപ്പാതകളാണ് നിർമ്മിക്കുന്നത്.
ഇതിന് 5.5 മീറ്റർ ഉയരമുണ്ടാകും. മഴയ്ക്കു മുമ്പ് തന്നെ അടിപ്പാതകളുടെ തൂണുകൾ സജ്ജമാക്കുവാനുള്ള തയ്യാറെടുപ്പാണ് ഇപ്പോൾ നടന്നുവരുന്നത്. ബൈപ്പാസ് കടന്നുപോകുന്നത് വയലിലൂടെയായതിനാൽ റോഡ് ഉയർത്തുമ്പോൾ വെള്ളക്കെട്ടുണ്ടാകുമോ എന്ന ആശങ്ക നാട്ടുകാർക്കുമുണ്ട്. ഇത് ഇതിലെ കൂടെ പാലം വരുന്നെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് പണ്ട് ഇതിലെ കൂടെ തോടാണ്ടായിരുന്നത്. അപ്പോൾ ഈ തോടിലെ കൂടെ അവർ ഇതിലെ പാലം വന്നിട്ട് ഈ തോടിലെ കൂടെ ഇങ്ങനെ വരുന്നതെന്നാണ് പറയുന്നത് കേട്ടത്. ഇത് സ്വതവേ ആദ്യം പണ്ട് ഇത് തോടാ ഉണ്ടായിരുന്നത്. ഇതിലെ കൂടെ വെള്ളം ഒഴിച്ചിട്ട് അങ്ങ് പെരുമ്പേ പുഴയിലേക്കാണ് പോകുന്നുണ്ടായത്. ഇപ്പം അതേമാതിരി തന്നെ അവർ പറഞ്ഞത്. അല്ലെങ്കിൽ ഇതെല്ലാം കെട്ടിയിട്ട് അവർ ഇത് ഇടുന്ന പറഞ്ഞതല്ല, ബില്ല ഇതിനെന്നാ പറയാ, ആ കല്ലിങ്ക് ഇടുന്ന പറഞ്ഞത്, പൈപ്പ് ഇടുന്ന പറഞ്ഞത്. അതിലും ഇതും പോകുന്ന പറഞ്ഞത്. അതിനെ ഇത് ഇടുന്ന തുടക്കം പറയുന്നുണ്ടായത്, അതിനെ പറയുന്നുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ ഇത് ഇട്ട് ഇതിപ്പം ഒന്നും ആക്കിയില്ലെങ്കിൽ നമ്മളെല്ലാം വെള്ളം കയറുമ്പോൾ നമ്മളെ വളപ്പിലെല്ലാം വെള്ളം കയറും. നടന്നിട്ടില്ലെങ്കിൽ ഇവരെ വളപ്പിലെല്ലാം വെള്ളം കയറും. റോട്ടുമെല്ലാം വെള്ളം ഉണ്ടായിരുന്നു. ഇപ്പം ഇതെല്ലാം ഉയർത്തിയതുകൊണ്ടാണ് ഇത്ര ഇതായിരുന്നു. അല്ലെങ്കിൽ മഴക്കാലമെല്ലാം വെള്ളം കയറും. ഇത് കെട്ടിയിട്ടില്ലെങ്കിൽ, ഇതവരാക്കിയിട്ടില്ലെങ്കിൽ. കാനായി റോഡിനും കോറോം റോഡിനും നേരത്തെ അടിപ്പാത അനുവദിച്ചിരുന്നില്ല. പിന്നീട് ജനപ്രതിനിധികളുടെ ഇടപെടൽ വഴി അനുവദിക്കപ്പെട്ടു. നിലവിൽ വെള്ളൂർ എടാട്ട് ബൈപ്പാസിൽ 4 അടിപ്പാതകളും പെരുമ്പപ്പുഴയ്ക്ക് പാലവുമുണ്ടാകും. സംസ്ഥാനത്ത് ദ്രുതഗതിയിലാണ് ദേശീയപാതയുടെ നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുന്നത്. ചെറുപുഴയടക്കമുള്ള മലയോര മേഖലകളെ പയ്യന്നൂരുമായി ബന്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട റോഡാണ് ചെറുപുഴ-പയ്യന്നൂർ റോഡ്. ഇവിടെ കോത്തായിമുക്കിനടുത്ത് അടിപ്പാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് എനിക്ക് പിന്നിൽ കാണാൻ സാധിക്കുന്നത്. ഈ പ്രവർത്തനങ്ങളെല്ലാം എത്രയും പെട്ടെന്ന് തന്നെ പൂർത്തീകരിച്ച് റോഡ് യാഥാർത്ഥ്യമാകണമെന്ന ആഗ്രഹത്തിലാണ് പരിസരവാസികളുള്ളത്. നെറ്റ്വർക്ക് ന്യൂസിനു വേണ്ടി ക്യാമറാമാൻ പവിത്രൻ കണ്ടോത്തിനൊപ്പം KN വർഷ. അന്നൂർ തലയന്നേരി പൂമാലക്കാവിൽ ഇനി പൂരോത്സവത്തിന്റെ നാളുകൾ. മീനമാസത്തിലെ കാർത്തിക നാളിനും 16 നാൾ മുൻപ് തന്നെ വ്രതമെടുത്തു നിൽക്കുന്ന 21ഓളം പൂരക്കുഞ്ഞുങ്ങളാണ് ഇത്തവണയുള്ളത്. പൂമാലക്കാവുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷമാണ് പൂരോത്സവം. മീനമാസത്തിലെ കാർത്തികയ്ക്ക് 16 നാൾ മുൻപ് തന്നെ തലയന്നേരി കാവിൽ പൂരക്കുഞ്ഞുങ്ങൾ വ്രതമെടുത്ത് പൂരോത്സവത്തിന്റെ തയ്യാറെടുപ്പിലാണ്. പതിനൊന്ന് വയസ്സിന് താഴെയുള്ള 21ഓളം പെൺകുട്ടികളാണ് ഇക്കുറി കാവിൽ തന്നെ നിന്നുകൊണ്ട് വ്രതമനുഷ്ഠിച്ചിരിക്കുന്നത്. ഇവിടെ പൂരോത്സവത്തിൽ പൂരക്കളിക്കും മറത്തുകളിക്കുമൊപ്പം പൂരക്കുഞ്ഞുങ്ങളുടെ പൂവിടലും ശ്രദ്ധേയമായ ചടങ്ങു തന്നെ. പൂരക്കുഞ്ഞുങ്ങൾ പുലർച്ചെ എഴുന്നേറ്റ് കാങ്കോൾ ഏച്ചിലാം വയൽ കുന്നിലേക്കാണ് ക്ഷേത്രബാല്യക്കാരോടൊപ്പം പൂവിടുവാനുള്ള പൂക്കൾ ശേഖരിക്കാൻ പോകുന്നത്. 16-ന് തലയന്നേരി പൂമാലക്കാവിനെ പ്രതിനിധീകരിച്ച് കൊയോങ്കര രാജീവൻ പണിക്കരും തായിനേരി കുറിഞ്ഞിക്ഷേത്രത്തെ പ്രതിനിധീകരിച്ച് ഓരോരോ വീട്ടിലെ കുട്ടികളും പ്രാർത്ഥനയായിട്ടാണ് ഇവിടെ കൂടാൻ അവർ വീട്ടുകാർ ഇവിടെ വരുന്നത്. അപ്പോൾ 16 കാർത്തികയ്ക്ക് 16 ദിവസം മുമ്പേ മീനൊഴിഞ്ഞ് ഈ വീട് വന്ന് താമസിക്കണം. അപ്പോൾ കാർത്തിക മുതൽ കുട്ടികൾ പുലർച്ചെ ഒരു 5 മണിക്ക് എണീറ്റ് നേരെ പാർക്ക് ഏച്ചിലമ്പൽ പാറക്ക് പോയി പൂ പറിച്ച് വരുന്നതാണ്. അതിന് വീട്ടിലെ വലക്കാർ പ്രതീതിയായിട്ട് പോകും. അപ്പോൾ അവിടെ നിന്ന് വന്നതിന് ശേഷം ഇവർ അന്ന് കാർത്തികേയൻ രാവിലെ കലശം കൂടിയെല്ലാം കഴിഞ്ഞ് പൂ എടുത്ത് പൂക്കൂട്ടെടുത്ത് പൂടൻ പള്ളികളിലേക്ക് പോകും. അരിയിൽ ബാബു പണിക്കരും മറത്തുകളി നടത്തും. 17-ാം തീയതി പൂരം നാൾ കാവിലെ തിടമ്പ നിമഞ്ജനം ചെയ്യിക്കുന്ന പൂരംകുളിയോടെയാണ് പൂരോത്സവത്തിന് പരിസമാപ്തിയാകുന്നത്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ.
കണ്ണൂർ ജില്ലയിലെ ഏറ്റവും നല്ല കൃഷി ഓഫീസറായി സർക്കാർ തിരഞ്ഞെടുത്തിരിക്കുന്നത് കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്തിലെ ജയരാജനെയാണ്. ഈ കൃഷി ഓഫീസർ തന്റെ പ്രവർത്തനം ഓഫീസിൽ മാത്രമായി ഒതുക്കി നിർത്തുന്നില്ല, അത് കൃഷിയിടങ്ങളിലേക്കും ചെന്നെത്തുന്നു എന്നതിന്റെ അംഗീകാരം കൂടിയാണ് ഈ അംഗീകാരം. അംഗീകാരങ്ങൾ എല്ലായ്പ്പോഴും പ്രവർത്തനനിരതരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒന്നാണ്. അത് അവരിൽ കൂടുതൽ ഊർജവും ഉത്സാഹവും ഉളവാക്കുന്നു, സ്വന്തം ജോലി വിപുലപ്പെടുത്താൻ പ്രേരിപ്പിക്കുന്നു. നമ്മൾ കടന്നു വന്ന വഴികളിലെവിടെയോ പതിയെ കൈമോശം വന്നുപോയ കൃഷിയെ തിരികെ എത്തിക്കുവാനുള്ള ശ്രമങ്ങൾക്കാണ് സർക്കാർ ജയരാജൻ നായർക്ക് ഈ അവാർഡ് നൽകിയിരിക്കുന്നു എന്നത് സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിലുള്ളവർക്കും ആഹ്ലാദം പകരുന്ന ഒന്നാണ്. കാരണം കൃഷിയില്ലെങ്കിൽ മനുഷ്യരില്ല. വേനൽക്കാലമെന്നോ മഴക്കാലമെന്നോ നോക്കാതെ കർഷകരുടെ വരുമാനങ്ങൾ എങ്ങനെ വർദ്ധിപ്പിക്കാമെന്നതാണ് ഈ കൃഷി ഓഫീസറുടെ ചിന്തകളിലുള്ളത്. കൃഷി ചെയ്യണമെങ്കിൽ താല്പര്യം മാത്രം പോരാ, മടുക്കാത്ത മനസ്സും കൂടി വേണമെന്ന് ജയരാജൻ നായർ കർഷകരെ ഓർമ്മപ്പെടുത്തുന്നു. കൃഷിയിടങ്ങളിൽ ചെന്ന് കർഷകരെ പ്രോത്സാഹിപ്പിക്കുക മാത്രമല്ല, കൃഷിഭവനിൽ വിപണിയൊരുക്കി ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിലും ഈ കൃഷി ഓഫീസർ ശ്രദ്ധാലുവാണ്. കർഷകർ കൃഷിച്ചെലവിൻ്റെയും വരവിൻ്റെയും കണക്കുകൾ കൃത്യമായി സൂക്ഷിക്കുകയും അതിലെ പോരായ്മകൾ കണ്ടെത്തി കൃഷിയെ മികച്ച ഒരു വരുമാന മാർഗമാക്കി മാറ്റാനും കഴിയുമെന്നാണ് ഇദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട്. കൃഷിച്ചെലവ് കുറയ്ക്കാൻ മണ്ണറിഞ്ഞ് കൃഷി ചെയ്യണമെന്നും ജയരാജൻ നായർ കർഷകരെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. കാർഷിക മേഖലയിൽ കരിവെള്ളൂർ സർവീസ് സഹകരണ ബാങ്കിൻ്റെ ശക്തമായ ഇടപെടലും ഈ വിജയത്തിന് ജയരാജൻ നായരെ പ്രാപ്തനാക്കി. കർഷക പോരാട്ടം നടന്ന മണ്ണിൽ ശക്തമായ ഇടപെടൽ നടത്തി പഞ്ചായത്തിലെ കൃഷിയെ പുതിയ മേച്ചിൽപ്പുറങ്ങളിലേക്ക് നയിക്കാൻ ജയരാജൻ നായർക്ക് ഈ അംഗീകാരം ശക്തി പകരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി സേതു നെടുമ്പ. പയ്യന്നൂരിൽ പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കായി കൊച്ചി പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ മാധ്യമ ശില്പശാല സംഘടിപ്പിച്ചു. പയ്യന്നൂർ KK റെസിഡൻസിയിൽ ജില്ലാ കളക്ടർ S. ചന്ദ്രശേഖർ ശില്പശാല ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര ഗവൺമെന്റിന്റെ വിവിധ പദ്ധതികളെക്കുറിച്ച് പ്രാദേശിക ലേഖകർക്ക് അറിവ് പകരുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ വിവിധ ജില്ലകളിൽ ഇത്തരം ശില്പശാലകൾ സംഘടിപ്പിക്കുന്നത്. പയ്യന്നൂർ KK റെസിഡൻസിയിൽ നടന്ന ശില്പശാല ജില്ലാ കളക്ടർ S. ചന്ദ്രശേഖർ ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ നമുക്ക് മാറി വരുന്ന ഒരു കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയവും മറ്റ് മാധ്യമങ്ങളും കൂടി വരുമ്പോൾ, ഡിജിറ്റൽ മീഡിയ ഒക്കെ വരുമ്പോൾ ഓരോരുത്തരും ഓരോരോ ജേർണലിസ്റ്റാണ്. ഓരോരോ പൗരന്മാരും ഓരോരോ ജേർണലിസ്റ്റിൻ്റെ നിലയ്ക്കാണ് നമ്മൾ ഇപ്പോൾ കുറേ വിഷയങ്ങൾ അവിടെ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് വളരെ കൂടുതലായിട്ടുണ്ട്. അതിൻ്റെ ഒരു മറുവശം എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് സൈഡ് എന്ന് വെച്ചാൽ, പലപ്പോഴും നമ്മൾ ഈ ന്യൂസിനെ നമുക്ക് വെരിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. അതിൻ്റെ ട്രൂത്ത് എന്താണ് എന്ന് നമുക്ക്. പയ്യന്നൂർ പ്രസ് ഫോറം പ്രസിഡന്റ് രാഘവൻ കടന്നപ്പള്ളി അധ്യക്ഷത വഹിച്ചു. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ അഡീഷണൽ ഡയറക്ടർ ജനറൽ B. പളനിച്ചാമി മുഖ്യപ്രഭാഷണം നടത്തി. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ കൊച്ചി ഡയറക്ടർ രശ്മി റോജ തുഷാര നായർ PIBയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു. പത്രപ്രവർത്തനത്തിലെ നൈതികതയും വികസനോന്മുഖ പത്രപ്രവർത്തനവും എന്ന വിഷയത്തെക്കുറിച്ച് മാതൃഭൂമിയിലെ സീനിയർ ലീഡർ റൈറ്റർ K. ബാലകൃഷ്ണൻ ക്ലാസ് എടുത്തു. തുടർന്ന് കേരളത്തിന്റെ ആരോഗ്യമേഖലയും പോസിറ്റീവ് റിപ്പോർട്ടിംഗും എന്ന വിഷയത്തിൽ കോഴിക്കോട് സർക്കാർ മെഡിക്കൽ കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ജയകൃഷ്ണനും ഡിജിറ്റൽ പത്രപ്രവർത്തനത്തെക്കുറിച്ച് മലയാള മനോരമ ചീഫ് റിപ്പോർട്ടർ NPC രഞ്ജിത്തും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. സ്ത്രീശക്തി വിളിച്ചോതി കുടുംബശ്രീ ജില്ലാ മിഷന്റെ കലാജാഥ ശ്രദ്ധേയമാകുന്നു. കലയിൽ കൂടി ജനങ്ങളിലേക്ക് എളുപ്പമെത്തുക എന്നതാണ് ഏറ്റവും സുതാര്യമായ മാർഗമെന്ന് കുടുംബശ്രീ ഇവിടെ തിരിച്ചറിയുന്നതും കാണാം.
കുടുംബശ്രീ സ്ത്രീകൾക്കിടയിലും പൊതുസമൂഹത്തിനും സൃഷ്ടിച്ച മുന്നേറ്റം ചെറുതല്ല. സ്ത്രീയെ പുറമ്പോക്കിൽ നിർത്താൻ ഇതിനിടയിലും ശ്രമമുണ്ടായി. അവരെ അവഗണിക്കുകയും അദൃശ്യമാക്കുകയും ചെയ്യുക എന്നതായിരുന്നു അതിൽ ഒരു മാർഗം. സ്ത്രീധനത്തിൻ്റെ പേരിൽ സ്ത്രീയുടെ ആത്മാഭിമാനം ചോദ്യം ചെയ്യുന്ന സാമൂഹിക അവസ്ഥയെ ഉഴുതുമറിക്കാൻ ഏറ്റവും വലിയ സ്ത്രീകളുടെ സംഘടന കലാജാഥയിലൂടെ മുന്നോട്ട് വരികയാണ്. സംസ്ഥാന കുടുംബശ്രീ മിഷന്റെ നേതൃത്വത്തിൽ ചരിത്രം സൃഷ്ടിക്കുന്ന ഒരു പുതിയ സ്ത്രീ മുന്നേറ്റത്തിന് കേരളം ഒന്നടങ്കം കളമൊരുങ്ങുകയാണ്. സ്ത്രീധനം, സ്ത്രീപീഡനം എന്നിവയ്ക്കെതിരെയും ലിംഗപദവി തുല്യതയ്ക്കും സ്ത്രീ ശാക്തീകരണത്തിനും വേണ്ടി 14 ജില്ലകളിലുമായി ഏകദേശം 700-ലധികം കേന്ദ്രങ്ങളിൽ അന്താരാഷ്ട്ര വനിതാ ദിനമായ മാർച്ച് 8 മുതൽ 20 വരെ 160ഓളം കുടുംബശ്രീ പ്രവർത്തകരായ സ്ത്രീകൾ സ്ത്രീശക്തി കലാജാഥ 2022 എന്ന പേരിൽ വ്യത്യസ്ത കലാപരിപാടികളുമായി രംഗത്തിറങ്ങുകയാണ്. കരിവെള്ളൂർ മുരളിയാണ് കലാജാഥയുടെ ആസ്ഥാന ക്യാമ്പ് ഡയറക്ടറായി പ്രവർത്തിക്കുന്നത്. പീഡനത്തിനും സ്ത്രീധനത്തിനുമെതിരെ അന്താരാഷ്ട്ര വനിതാ ദിനമായ മാർച്ച് 8 മുതൽ 21 തീയതി വരെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെയും കുടുംബശ്രീ മിഷൻ്റെയും നേതൃത്വത്തിൽ സ്ത്രീശക്തി കലാജാഥ നടന്നു വരികയാണ്. കണ്ണൂർ ജില്ലയിലെ കലാ ടീം ഇന്ന് കരിവെള്ളൂരിൽ വെച്ച് ജാഥയുടെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട പയ്യന്നൂർ MLA നിർവഹിക്കുകയാണ്. 12 പേരാണ് ഈ കലാജാഥയിൽ അണിനിരക്കുന്നത്. പാടുക ജീവിതഗാഥകൾ എന്ന് തുടങ്ങുന്ന സംഗീത ശില്പത്തോടു കൂടിയാണ് എല്ലാ വേദിയിലെയും ഞങ്ങളുടെ പരിപാടികൾ ആരംഭിക്കുന്നത്. ശ്രീജ ആറങ്ങോട്ടുകര എഴുതി സംവിധാനം ചെയ്യുന്ന സദസ്സിൽ നിന്നും അരങ്ങിലേക്ക്. ശ്രീജ ആറങ്ങോട്ടുകര എഴുതി സുധി ദേവയാനി സംവിധാനം ചെയ്യുന്ന അത് ഞാൻ തന്നെയാണ്. കരിവെള്ളൂർ മുരളിയും റഫീഖ് മംഗലശ്ശേരിയും ചേർന്നെഴുതി റഫീഖ് മംഗലശ്ശേരി സംവിധാനം ചെയ്യുന്ന പെൺകാലം എന്നീ 3 നാടകങ്ങളും കരിവെള്ളൂർ മുരളി രചനയും സംവിധാനവും നിർവഹിച്ചുക പാടുക ജീവിതഗാഥകൾ, ഇത് പെൺവിമോചന കനവുത്സവം എന്നീ 2 സംഗീത ശില്പങ്ങളുമാണ് കലാജാഥയിലെ പരിപാടികൾ. 1.5 മണിക്കൂറോളം ദൈർഘ്യമുണ്ടാകും കലാപരിപാടികൾക്ക്. കണ്ണൂർ ജില്ലയിലെ 50 കേന്ദ്രങ്ങളിലാണ് കലാജാഥ പര്യടനം നടത്തുന്നത്. നെറ്റ്വർക്ക് ന്യൂസിനു വേണ്ടി സേതു നെടുമ്പ. എരമംകുറ്റൂർ പഞ്ചായത്തിലെ ഏച്ചിക്കുന്ന് വെങ്ങോല ഡാം കം ബ്രിഡ്ജ് പ്രവൃത്തി ആരംഭിച്ചു. പ്രവൃത്തി ഉദ്ഘാടനം ടി എ മധുസൂദനൻ MLA നിർവഹിച്ചു. ജനങ്ങളുടെ ഏറെക്കാലത്തെ ആഗ്രഹമാണ് ഏച്ചിക്കുന്ന് പുഴയ്ക്ക് കുറുകെ പാലം നിർമ്മിക്കണമെന്നത്. മൈനർ ഇറിഗേഷൻ പ്രൊജക്ട് 2021-22 വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് 1 കോടി രൂപ ചെലവിൽ ഏച്ചിക്കുന്ന് വെങ്ങോല ഡാം കം ബ്രിഡ്ജ് നിർമ്മിക്കുന്നത്. പ്രവൃത്തി ഉദ്ഘാടനം ടി ഐ മധുസൂദനൻ MLA നിർവഹിച്ചു. അതുകൊണ്ട് തന്നെ നിർമ്മാണത്തിന് നിശ്ചയിച്ചിട്ടുള്ള ഒരു സമയം, ഇത്ര സമയം കൊണ്ട് പൂർത്തീകരിക്കണം എന്ന് കൈകൊണ്ടിട്ടുള്ള തീരുമാനം, അത് സമയത്തിന് പൂർത്തീകരിക്കാൻ പറ്റാത്തൊരു സ്ഥിതി പലയിടങ്ങളിലുണ്ടായിരുന്നു. എന്നാൽ കോവിഡിൻ്റെ ഈ ഒരു അന്തരീക്ഷം കുറച്ച് മാറിയപ്പോൾ വേഗത്തിൽ കാര്യങ്ങൾ പറയുകയാണ്. ഇവിടെ ഈ ഒരു പ്രവൃത്തി, ഞാനിതിൻ്റെ പ്രോഗ്രാമർ അദ്ദേഹം നമ്മുടെ മണ്ഡലത്തിൽ തന്നെ ഒരു പ്രവൃത്തി. ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് TR രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. TN രവീന്ദ്രൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. അന്നക്കുട്ടി ബെൻ, സുഷമ വത്സൻ, ജോസഫ് കട്ടത്തറ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. CPIM 23ാം പാർട്ടി കോൺഗ്രസിന്റെ പ്രചാരണാർത്ഥം ഓരോ ബ്രാഞ്ചും പ്രചാരണങ്ങൾ എങ്ങനെയൊക്കെ വ്യത്യസ്തമാക്കാം എന്ന ചിന്തയിലും പ്രവൃത്തിയിലുമാണ്. വെള്ളൂർ അഞ്ചങ്ങാടി ബ്രാഞ്ച് വെള്ളൂർ RTO ഓഫീസിന് സമീപം സ്ഥാപിച്ച പ്രചരണ ശില്പം ഇതുവഴി കടന്നുപോകുന്നവരെ ഏറെ ആകർഷിക്കുകയാണ്. വെള്ളൂർ ദേശീയപാതയിലൂടെ പോകുമ്പോൾ RT ഓഫീസിന് സമീപം CPIM 23ാം പാർട്ടി കോൺഗ്രസിന്റെ പ്രചാരണാർത്ഥം ഒരു ശില്പം സ്ഥാപിച്ചു കണ്ടു. ഇതുവഴി പോകുന്ന ആരെയും അത് ഹഠാത് ആകർഷിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെയാണ് ഈ ശില്പത്തിനടുത്തേക്ക് നമ്മൾ എത്തിയത്. CPM പാർട്ടി കോൺഗ്രസിന്റെ പ്രചാരണം ഏറ്റവും മികച്ചതാക്കാനുള്ള ശ്രമത്തിലാണ് CPMന്റെ ഓരോ ബ്രാഞ്ചും. റോഡരികുകളിലായി പല വലിപ്പത്തിലും നിറത്തിലുമുള്ള ശില്പങ്ങളും
പാർട്ടി സംഘാടക സമിതി ഓഫീസുകളുമൊക്കെയായി പ്രചാരണം കൊഴുപ്പിക്കുകയാണ് പ്രവർത്തകർ. ഇത്തരത്തിൽ വെള്ളൂർ അഞ്ചങ്ങാടി ബ്രാഞ്ച് വെള്ളൂർ RT ഓഫീസിന് സമീപം സ്ഥാപിച്ച പ്രചാരണ ശില്പം ഏറെ വ്യത്യസ്തമാണ്. ജീവൻ തുടിക്കുന്ന ശില്പങ്ങൾ ഇതുവഴി കടന്നുപോകുന്ന ആരുടെയും ശ്രദ്ധ കവരുന്നതാണ്. ഒരു ജോഡി എരുതുകളും ഇവയെ പൂട്ടിയ കലപ്പയും അതിൽ കയറി നിന്ന മുന്നോട്ട് നയിക്കുന്ന കർഷകനും ഞാറു നടുന്ന സ്ത്രീകളുമൊക്കെ ഭൂതകാല സ്മൃതികളിലേക്ക് കാഴ്ചക്കാരനെ കൂട്ടിക്കൊണ്ടുപോകാൻ ഉതകുന്നതാണ്. പഴയകാല വയലിലെ ജീവൻ തുടിക്കുന്ന ഈ കാർഷിക കാഴ്ചയ്ക്ക് മുന്നിൽ നിന്നും നെറ്റ്വർക്ക് ന്യൂസിനു വേണ്ടി ക്യാമറാമാൻ പവിത്രൻ കണ്ടോത്തിനൊപ്പം KN വർഷ. കുടുംബശ്രീ കണ്ണൂർ ജില്ലാ മിഷന്റെ സ്ത്രീശക്തി കലാജാഥയ്ക്ക് കരിവെള്ളൂരിൽ തുടക്കമായി. ടി മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്തു. അതിഭീകരമായിട്ടുള്ള അടിച്ചമർത്തലിന് വിധേയപ്പെട്ടപ്പോഴും അവർ തറയുയർത്തിൽ നിന്ന് നടത്തിയിട്ടുള്ള പോരാട്ടത്തിന്റെ സ്മരണകളാണ് ലോക വനിതാ ദിനത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അതിവിടെ പറഞ്ഞിട്ടുണ്ട്. എത്രയോ കാലമായി നമ്മൾ സഞ്ചരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. മാറി മറക്കാൻ അവകാശമില്ലാതെ ഇരുന്നൊരു കാലമാണ്. നമ്മുടെയൊക്കെ വീടുകളിൽ ഇന്നാണെങ്കിൽ ആളുകളില്ല. സ്ത്രീപക്ഷ നവകേരളം എന്ന മുദ്രാവാക്യമുയർത്തി കുടുംബശ്രീ കണ്ണൂർ ജില്ലാ മിഷൻ അവതരിപ്പിക്കുന്ന സ്ത്രീശക്തി കലാജാഥയ്ക്ക് കരിവെള്ളൂർ AV സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ തുടക്കമായി. 12 ദിവസം നീണ്ടുനിൽക്കുന്നതാണ് കലാജാഥ. 50 കേന്ദ്രങ്ങളിൽ ജാഥ പര്യടനം നടത്തും. സംഗീത, ശില്പം, നാടകം തുടങ്ങിയവയൊക്കെ ഉൾക്കൊള്ളുന്നതാണ് കലാജാഥ. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV ലേജു അധ്യക്ഷത വഹിച്ചു. CDS ചെയർപേഴ്സൺ PV സുനിത, കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ഡോക്ടർ M സുർജിത്ത്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ M രാഘവൻ, C ബാലകൃഷ്ണൻ, PV കുഞ്ഞിക്കണ്ണൻ മാസ്റ്റർ, നൈൽ കോട്ടായി, M ചന്ദ്രശേഖരൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. ജില്ലാ ഖാദി വർക്കേഴ്സ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ ഖാദി തൊഴിലാളികളുടെ പയ്യന്നൂർ പോസ്റ്റ് ഓഫീസ് ധർണ നടന്നു. CITU ഏരിയ സെക്രട്ടറി KK കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ആധുനിക വ്യവസായങ്ങളുടെ മലവെള്ളപ്പാറ്റൽ പോലെ കടന്നു വരുമ്പോൾ ആയിരക്കണക്കിന് പരമ്പരാഗത വ്യവസായങ്ങളിലെ തൊഴിലാളികൾ നിരായുധ അവരെ സംബന്ധിച്ചിടത്തോളം മറ്റൊരാശ്രയമില്ലാത്ത രീതിയിലേക്ക് നിരാലംബരാകും. അങ്ങനെ നിരാലംബരാകുന്ന തൊഴിലാളികളെ സംരക്ഷിക്കുവാൻ ഖാദി മേഖലയിൽ തൊഴിൽ സ്തംഭനത്തിന് പരിഹാരം കാണുക, ഖാദിക്കാവശ്യമായ പരുത്തി സബ്സിഡി നിരക്കിൽ ലഭ്യമാക്കുക, വിളവെടുപ്പ് കാലത്ത് ആവശ്യമായ പരുത്തി ഖാദി കമ്മീഷൻ ശേഖരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ജില്ലാ ഖാദി വർക്കേഴ്സ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ ഖാദി തൊഴിലാളികൾ പോസ്റ്റ് ഓഫീസ് ധർണ നടത്തിയത്. CITU ഏരിയ സെക്രട്ടറി KK കൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. യൂണിയൻ ഏരിയ പ്രസിഡന്റ് KV ശാന്ത അധ്യക്ഷത വഹിച്ചു. ഖാദി വർക്കേഴ്സ് യൂണിയൻ ജില്ലാ സെക്രട്ടറി KU രാധാകൃഷ്ണൻ, ഏരിയ സെക്രട്ടറി CV ദിലീപ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. പയ്യന്നൂർ കൃഷിഭവന്റെ നേതൃത്വത്തിൽ പയ്യന്നൂർ ബ്ലോക്കിലെ രാസവള കീടനാശിനി ഡീലർമാർക്കും കർഷകർക്കും ക്വാളിറ്റി കൺട്രോൾ പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു. പരിശീലന പരിപാടി പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത ഉദ്ഘാടനം ചെയ്തു. കർഷകർക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള പരിശീലന പരിപാടികളും അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റ് തലത്തിലും മുനിസിപ്പൽ തലത്തിലും ഒക്കെ തന്നെ ലഭിക്കുന്ന ആനുകൂല്യങ്ങളെ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ C ജയ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ബേളാൽ കൃഷി ഓഫീസർ അനിൽ സെബാസ്റ്റ്യൻ ക്ലാസ് എടുത്തു. കൌൺസിലർമാരായ B കൃഷ്ണൻ, ഇക്ബാൽ പോപ്പുലർ, കൃഷി ഓഫീസർ K സുനീഷ്, P ഗീത എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. CPIM 23-ാം പാർട്ടി കോൺഗ്രസ് അടുത്തുവരുമ്പോൾ പാർട്ടി പ്രവർത്തകർ ആവേശത്തിലാണ്. കരിവെള്ളൂർ കൂക്കാനത്ത് ഒരുക്കിയ സംഘാടക സമിതി ഓഫീസ് TI മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്തു. CPIM 23-ാം പാർട്ടി കോൺഗ്രസ് ആദ്യമായി കണ്ണൂരിലെത്തുമ്പോൾ പാർട്ടി പിറന്നുവീണ മണ്ണിലെ പ്രവർത്തകർ വളരെ ആവേശത്തിലാണ്. സംഘാടക സമിതി ഓഫീസ് ഒരുക്കി പ്രചരണം നടത്തുകയാണ് ലക്ഷ്യം. അതുകൊണ്ട് തന്നെ തങ്ങളുടെ സംഘാടക സമിതി ഓഫീസ് മറ്റുള്ളവരുടേതിൽ നിന്നും എങ്ങനെ വ്യത്യസ്തമാക്കാം എന്ന ചിന്തയിലും പ്രവർത്തനത്തിലുമാണ് ഓരോ ബ്രാഞ്ചും. കരിവെള്ളൂർ കൂക്കാനത്തെ സംഘാടക സമിതി ഓഫീസും വ്യത്യസ്തത പുലർത്തുന്ന ഒന്നാണ്.
പഴയ കാലത്ത് പുരമേഞ്ഞിരുന്ന പുല്ലുകൊണ്ടാണ് മേൽക്കൂര നിർമ്മിച്ചിരിക്കുന്നത്. അരികുകളിൽ പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നു. കുണിയൻ പുഴയുടെ ചിത്രവും ഇതിനിരുവശവും സമരത്തിന്റെ സ്മരണകളിരമ്പുന്ന സ്തൂപങ്ങളും ഇതിന്റെ മാറ്റുകൂട്ടുന്നു. കമുകും മറ്റും ഉപയോഗിച്ചാണ് സംഘാടക സമിതി ഓഫീസ് നിർമ്മിച്ചിരിക്കുന്നത്. ഒരരികിലായി ചെഗുവേരയുമുണ്ട്. ചടങ്ങ് TA മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും വേറെ എവിടുന്നെങ്കിലും ഇപ്പം നമ്മുടെ നാട്ടിൽ പണിയിലെടുക്കുന്നത് സാധാരണഗതിയിൽ ബംഗാളികളാണെന്ന് പറയുന്നത്. ഒന്നും ബംഗാളികളല്ല, ഒറീസക്കാരൊക്കെയാണ് കൂടുതൽ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ പണിക്കൊക്കെ വരുന്നത്. നമ്മുടെ നാട്ടുകാർ തന്നെ ചേർന്നിട്ടെടുത്തിട്ടുള്ളൊരു പണിയാണ് ഇവിടെ ഈ കാണാൻ ഭംഗിയുള്ള സംഘാടക സമിതി ഓഫീസായിട്ട് വന്നിട്ടുള്ളത്. അത് അത്യാവശ്യം ആളുകൾക്ക് കൂടിയിരിക്കാൻ പറ്റുന്ന ഒരു ചെറിയ സൗകര്യം കൂടിയായിട്ടാണ് ഇവിടെ ഒരുക്കിയത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. M. രാഘവൻ, VV പ്രദീപൻ, രാജൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. ചെറുതാഴം സർവീസ് സഹകരണ ബാങ്കിന്റെ മെമ്പർ റിലീഫ് ഫണ്ടിന്റെ രണ്ടാം ഘട്ട വിതരണം നടന്നു. ബാങ്ക് പ്രസിഡന്റ് CM വേണുഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. അതനുസരിച്ച് ഇപ്പോൾ രണ്ട് വട്ടമായിട്ട് ഇപ്പോൾ ഈ പുതിയ മന്ത്രി വന്നതിന് ശേഷം രണ്ടാം വട്ടമാണ് ഇന്ത്യ കിട്ടിയത്. അപ്പോൾ അത് കുറേ ആശ്വാസകരമാണ്. ചെറുതാഴം ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇത് മാത്രമല്ല, മെമ്പർമാർക്ക് അപകടമരണം സംഭവിച്ചാൽ 1 ലക്ഷം രൂപ ഇപ്പോൾ കൊടുത്തു വരുന്നു. പിന്നെ ഇവിടുന്ന് 3 പേര് വാങ്ങിക്കും. ചെറുതാഴം സർവീസ് സഹകരണ ബാങ്കിന്റെ മെമ്പർ റിലീഫ് ഫണ്ടിന്റെ രണ്ടാം ഘട്ട വിതരണം ബാങ്ക് പ്രസിഡന്റ് CM വേണുഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് VV ഗോവിന്ദൻ മാസ്റ്റർ അധ്യക്ഷനായി. സെക്രട്ടറി K. ദാമോദരൻ, അസിസ്റ്റന്റ് സെക്രട്ടറി KV ലക്ഷ്മണൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. സ്വാതി കലാകുടീരം ഏഴിമല, മണിനാഥം കണ്ണൂർ സംയുക്തമായി കലാഭവൻ മണി അനുസ്മരണം സംഘടിപ്പിച്ചു. വെങ്ങര മൂലക്കീലിൽ നടന്ന പരിപാടി ശില്പി KKR വെങ്ങര ഉദ്ഘാടനം ചെയ്തു. നാടൻ പാട്ടിനെ ജനകീയവൽക്കരിക്കുന്നതിനോടൊപ്പം കാരുണ്യ സേവനത്തിനു കൂടി സമയം കണ്ടെത്താൻ കലാഭവൻ മണിക്ക് സാധിച്ചു എന്ന് KKR വെങ്ങര പറഞ്ഞു. പരിപാടിയുടെ ഭാഗമായി ജീവകാരുണ്യ ധനസഹായ വിതരണം, വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ആദരിക്കൽ എന്നിവ നടന്നു. സന്തോഷ് സ്വാതി അധ്യക്ഷത വഹിച്ചു. രതീഷ് ഒതേനൻ, K. അനിത, ഇന്ദിരാജി മൂലക്കിൽ, ദിനേശൻ ഇട്ടമൽ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. ഇ. ബാലകൃഷ്ണൻ അനുസ്മരണ സമ്മേളനവും സെമിനാറും മാർച്ച് 12-ന് പയ്യന്നൂർ ഷേണായി സ്ക്വയറിൽ നടക്കുമെന്ന് സംഘാടകർ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു. CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കും. പയ്യന്നൂരിലെ പ്രമുഖ കമ്മ്യൂണിസ്റ്റ് നേതാവും ട്രേഡ് യൂണിയൻ സംഘാടകനും സഹകാരിയുമായിരുന്ന ഇ. ബാലകൃഷ്ണന്റെ സ്മരണ നിലനിർത്താൻ സ്ഥിരമായ ഒരു സംവിധാനമൊരുക്കണമെന്ന പയ്യന്നൂരിലെ പൊതുസമൂഹത്തിന്റെ നിരന്തരമായ ആവശ്യം പ്രാവർത്തികമാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ച ഇ. ബാലകൃഷ്ണൻ സ്മാരക ട്രസ്റ്റാണ് അനുസ്മരണ സമ്മേളനവും സെമിനാറും സംഘടിപ്പിക്കുന്നത്. 5ാം ചരമവാർഷിക ദിനാചരണത്തിന്റെ ഭാഗമായി മാർച്ച് 19-ന് ശനിയാഴ്ച വൈകിട്ട് 5 മണിക്ക് നടക്കുന്ന അനുസ്മരണ പരിപാടിയിൽ ട്രസ്റ്റ് ചെയർമാൻ അഡ്വക്കേറ്റ് K. വിജയകുമാർ അധ്യക്ഷത വഹിക്കും. അതോടനുബന്ധിച്ച് നടക്കുന്ന സെമിനാറിൽ കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം നേരിടുന്ന പുതിയ വെല്ലുവിളികൾ എന്ന വിഷയം CPIM സംസ്ഥാന കമ്മിറ്റി അംഗം P. ശശി അവതരിപ്പിക്കും. TA മധുസൂദനൻ MLA, മുൻ MLA C. കൃഷ്ണൻ, കോൺഗ്രസ് നേതാവ് M. നാരായണൻകുട്ടി, AITUC ജില്ലാ സെക്രട്ടറിയും CPI നേതാവുമായ CP. സന്തോഷ് കുമാർ, IV. ശിവരാമൻ, KP. ബാലകൃഷ്ണ പൊതുവാൾ, V. കുഞ്ഞികൃഷ്ണൻ, PV. കുഞ്ഞപ്പൻ എന്നിവർ സംസാരിക്കുമെന്ന് സംഘാടകർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. അഡ്വക്കേറ്റ് K. വിജയകുമാർ, PV. കുഞ്ഞപ്പൻ, K. നാരായണൻ, KV. ബാബു, U. നാരായണൻ, V. രമേശൻ എന്നിവർ മാധ്യമസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. ചെറുതാഴം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ SPC യൂണിറ്റ് പാസിംഗ് ഔട്ട് പരേഡ് സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് നടന്നു. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M. ശ്രീധരൻ സല്യൂട്ട് സ്വീകരിച്ചു. ചെറുതാഴം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ SPC യൂണിറ്റ് പാസിംഗ് ഔട്ട് പരേഡ് സ്കൂൾ ഗ്രൗണ്ടിൽ നടന്നു. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M. ശ്രീധരൻ സല്യൂട്ട് സ്വീകരിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ CP. ഷിജു, ചെറുതാഴം പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TV. ഉണ്ണികൃഷ്ണൻ, പരിയാരം പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ BV. പവിത്രൻ,
പ്രിൻസിപ്പൽ എൻ രാജേഷ്, ഹെഡ്മിസ്ട്രസ് എലിസബത്ത് മേഴ്സി, PTA പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ പ്രമോദ്, PV ഗംഗാധരൻ എന്നിവർ സംസാരിച്ചു. DIമാരായ പ്രകാശൻ KAP, പ്രജീഷ് SK, രാജേന്ദ്രൻ EV, CPO രാജേഷ് പയ്യരട്ട, ACPO ബീന PP എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. ചെറുപുഴ പഞ്ചായത്തിന്റെ ഓറഞ്ച് ദി വേൾഡ് ക്യാമ്പയിനിന്റെ ഭാഗമായി വനിതകളുടെ രാത്രി നടത്തം സംഘടിപ്പിച്ചു. ചെറുപുഴ, ചുണ്ട, പ്രാപ്പോയിൽ ടൗണുകൾ കേന്ദ്രീകരിച്ചാണ് രാത്രി നടത്തം സംഘടിപ്പിച്ചത്. ചെറുപുഴയിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റെജി പുളിക്കൽ രാത്രി നടത്തം ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗങ്ങളായ ലൈസമ്മ പനക്കൽ, രേഷ്മ V രാജു എന്നിവർ നേതൃത്വം നൽകി. കുടുംബശ്രീ പ്രവർത്തകർ, അംഗൻവാടി പ്രവർത്തകർ, മഹിളാ സംഘടനകളുടെ പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു. കാക്കയം ചാലിൽ നിന്നും തുടങ്ങി ചെറുപുഴ ബസ് സ്റ്റാൻഡ് പരിസരം വരെയായിരുന്നു രാത്രി നടത്തം. അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ. ഇതോടെ ന്യൂസ് അവർ പൂർണ്ണമാവുന്നു. നമസ്കാരം.